മാതിൽ തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചേക്കും. രഞ്ജിത്ത് റിമാൻഡിലായ സാഹചര്യത്തിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നാവശ്യപ്പെടാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. തെളിവെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു. പരാതി വ്യാജമാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുമാണ് രഞ്ജിത്തിന്റെ വാദം. ആദിൽ പാലോട് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അതിൽ എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർന്നുള്ള നീക്കങ്ങളെ, ഇതുവരെയുള്ള നീക്കങ്ങളെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ്? ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം പ്രതിഭാഗം ആണെങ്കിൽ ആരോപണം നിഷേധിച്ചുകൊണ്ട് ആവർത്തിച്ച് വാദങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം. എന്താണ് കേസിൽ സംഭവിക്കുന്നത്? ആദിൽ പാലോട്. കേസിൽ നിർണായക ഘട്ടത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. രഞ്ജിത്തുമായി ഫോർട്ട് കൊച്ചിയിൽ എത്തുന്നു, പിന്നീട് കാരമൽ എത്തിച്ച് തെളിവെടുക്കുന്നു. കൃത്യമായ തെളിവന്വേഷണം ഇതിന്റെ ഭാഗമായി നടത്തി എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. യുവനടിയുടെ പരാതി, അത് ജനുവരി 30 നടന്ന സംഭവത്തിൽ പരാതി വന്നതിന് പിന്നാലെ രഞ്ജിത്ത് അറസ്റ്റിലാവുകയായിരുന്നു. രഞ്ജിത്ത് റിമാൻഡിലായ സാഹചര്യത്തിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യവും നീക്കവും. ജാമ്യാപേക്ഷ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇന്ന് ഇത് പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നത്. വ്യാജ പരാതിയാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള വാദവുമാണ് രഞ്ജിത്ത് ഉയർത്തുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തെളിവുകൾ ലഭിച്ച ശേഷമാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് കടന്നത് എന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും മറ്റും രഞ്ജിത്തിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്, തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും സംഭവ ദിവസം സെറ്റിൽ ഉണ്ടാവുന്നവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. സമാന്തരമായി രഞ്ജിത്തിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ മറ്റ് തെളിവ് ശേഖരിക്കലും ഒപ്പം മൊഴിയെടുക്കലും പോലീസ് അന്വേഷണ സംഘം തുടരുകയാണ്. ശരി, ആദിൽ പാലോട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തെളിവെടുപ്പ് എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ പേരുടെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ രഞ്ജിത്തിനെതിരെ ഉണ്ട് എന്ന ആത്മവിശ്വാസം അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നുണ്ട്.